ഉണ്ണിമുകുന്ദന് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രമല്ല, മുമ്പ് ഇവിടെ വിവാഹാലോചനയുടെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ടായി, ആ സ്ത്രീ കേസ് കൊടുത്തു, പിന്നെ സിനിമയുടെ പേരുണ്ടായി, അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഒരു 5-6 ഘട്ടങ്ങളിലായി ഉണ്ണിമുകുന്ദനെ കുറിച്ച് ഇത്രയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങളുടെ വേരുകൾ ഞങ്ങൾ തേടിപ്പോയിരുന്നു. വേരുകൾ തേടിപ്പോയപ്പോൾ ഉണ്ണിമുകുന്ദൻ ആദ്യം വരുമ്പോൾ ആരുമായിരുന്നില്ല, ആരും രക്ഷകനായിട്ടുണ്ടായിരുന്നില്ല, ഗോഡ് ഫാദർ ഉണ്ടായിരുന്നില്ല. മലയാളിയായ ഒരു കുടുംബം, ഗുജറാത്തിൽ താമസിക്കുന്ന ഒരു കുടുംബമായിരുന്നു. എന്നാൽ ഗുജറാത്ത് താമസിക്കുമ്പോഴും മക്കളെ മലയാളം പഠിപ്പിക്കാനാണ് ഉണ്ണിമുകുന്ദൻ്റെ അച്ഛനും അമ്മയും തീരുമാനിച്ചത്. അങ്ങനെ ആ ശിക്ഷണത്തിൽ വളർന്ന, വലിയ സ്വഭാവ ദൂഷ്യമില്ലാതെ വളർന്നൊരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരൻ, ഇവിടെ മലയാള സിനിമയിൽ വന്നപ്പോൾ ചിലരുടെ കണ്ണുകൾ ഇവൻ ആരാണ്, എങ്ങനെയാണ്, രക്ഷപ്പെടുമോ, ഇവർ കഴിവുകളുണ്ടോ എന്നൊക്കെ നോക്കിയപ്പോൾ ഇവൻ ഒന്നാമത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഇവൻ നല്ല സുന്ദരനാണ്. ഒരു നായക നടന് വേണ്ട എല്ലാ യോഗ്യതകളും ഈ ചെറുപ്പക്കാരിലുണ്ട്, ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ടുണ്ട്. അഭിനയം വലിയ കുഴപ്പമില്ല, പെരുമാറ്റവും കുഴപ്പമില്ല. അങ്ങനെയുള്ള ഒരുവൻ രക്ഷപ്പെട്ടു പോകും. കാരണം ഇപ്പോൾ മലയാള സിനിമയിൽ ഉണ്ണിമുകുന്ദനെ പോലെ സൗന്ദര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ കുറവാണ്. ബാക്കി എടുത്താൽ 1-2 പേരെ കാണാൻ പറ്റും, ബാക്കിയൊക്കെ ഇല്ല. അപ്പം അങ്ങനെയുള്ള ഉണ്ണിമുകുന്ദനെ ഇല്ലാതാക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ്.